ദ ജേർണലിസ്റ്റിലേക്ക് റഫേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഫലമുണ്ടായി എന്നാണ് ഇന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. 2 ബന്ദികളെ ജീവനോടെ വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഇസ്രായേൽ അവരുടെ ചിത്രങ്ങളും പുറത്തുവിട്ടു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയാൽ മുഴുവൻ ബന്ദികളെയും വീണ്ടെടുക്കാൻ കഴിയുമെന്നും ഹമാസിന്റെ കേന്ദ്രങ്ങളെല്ലാം തകർക്കാൻ കഴിയുമെന്നും ആണ് ഇസ്രായേൽ പറയുന്നത്. ഈ 2 ബന്ദികൾ ഒരു കെട്ടിടത്തിൽ ആയുധധാരികളായ ആളുകളുടെ നടുവിൽ നിൽക്കുകയായിരുന്നുവെന്നും വലിയ തോതിലുള്ള ആക്രമണങ്ങളുടെ ഫലമായാണ് അവരെ വീണ്ടെടുക്കാൻ സാധിച്ചതെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. 4 മാസം കഴിയുമ്പോൾ ഈ 2 പേരെ പിടികൂടാൻ സാധിച്ചു എന്നത് മാത്രമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നേട്ടം. എന്തായാലും യുദ്ധം തുടരുമെന്ന് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപനം ഉണ്ടായതോടുകൂടി ചെങ്കടലിൽ ഹൂത്തികൾ ആക്രമണം കടുപ്പിക്കുകയാണ്. ഇന്ന് അമേരിക്കയുമായി ബന്ധമുള്ള ഒരു കപ്പൽ തകർത്തു എന്ന് ഹൂത്തികൾ സ്ഥിരീകരിച്ചു. അവർ അതിന്റെ വീഡിയോകൾ പുറത്തുവിട്ടു. കപ്പൽ നിന്നു കത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വരികയും ചെയ്തു. അതായത് ഇസ്രായേൽ റഫേൽ ആക്രമണം തുടർന്നാൽ ഞങ്ങളും ശക്തമായി തന്നെ ചെങ്കടലിൽ ഇനിയും ആക്രമണങ്ങൾ നടത്തുമെന്ന സന്ദേശമാണ് ഹൂത്തികൾ ഇതിലൂടെ നൽകുന്നത്. ഇന്ന് ചെങ്കടലിലെ ബാബൽ മന്ദം കടലിടുക്കിലൂടെ നീങ്ങുകയായിരുന്ന കപ്പലിന് നേരെ 2 മിസൈലുകൾ പാഞ്ഞു വരികയും കപ്പലിൽ അത് സ്ഫോടനമുണ്ടാക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. ഇതിന്റെ വീഡിയോകൾ ഹൂത്തികൾ പുറത്തുവിട്ടതുകൊണ്ട് തന്നെ അത് ഒരു സ്ഥിരീകരണമായി തന്നെ കണക്കാക്കപ്പെടുകയാണ്. എന്തായാലും ഈ ആക്രമണത്തിന് പിന്നാലെ ഹൂത്തികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങൾ ഇനിയും ശക്തമായി തന്നെ ചെങ്കടലിൽ ആക്രമണം തുടരുമെന്നാണ്. അമേരിക്കൻ കപ്പൽ സ്റ്റാർ ഐറിസ് ആണ് തകർന്നത് എന്നാണ് ഹൂത്തികളുടെ തലവൻ യഹ്യ സാരിസ് പറഞ്ഞത്. പക്ഷേ അത് അമേരിക്കയുടെ കപ്പലല്ല എന്നും ഗ്രീക്കിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നും മാർഷൽ ദ്വീപുകളുടെ പതാകയോട് കൂടിയാണ് സഞ്ചരിച്ചത് എന്നും മാരിടൈം ട്രാക്കിംഗ് സ്ഥാപനങ്ങളും പറയുന്നു. അതായത് ഹൂത്തികൾ ഇത് അമേരിക്കയുടെ കപ്പലാണെന്ന് പറയുമ്പോൾ മാരിടൈം സ്ഥാപനങ്ങൾ നൽകുന്ന വിവരം എന്ന് പറയുന്നത് ഇത് അമേരിക്കയുടെ കപ്പലല്ല മറിച്ച് ഗ്രീക്കിന്റെ കപ്പലാണ് എന്നാണ്. എന്തായാലും ചെങ്കടലിലൂടെ പോയിരുന്ന ഒരു കപ്പലിന് നേരെ വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു. ചെങ്കടലിലെ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുന്നില്ല. ഒരു വശത്ത് റഫേലിലേക്ക് ഇസ്രായേൽ കടന്നു കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ 2 ബന്ദികളെ പിടികൂടിയത് തങ്ങളുടെ വിജയമായി തന്നെ ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നു. സ്വാഭാവികമായും ആക്രമണങ്ങൾ കൊണ്ട് ഫലം ഉണ്ടാകുന്നുണ്ട് റഫേൽ എന്ന് ഇസ്രായേലിന് ലോകത്തോട് പറയാൻ കഴിയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇസ്രായേൽ റഫേലിലേക്ക് കടന്നു കയറി ഇനിയും ആക്രമണങ്ങൾ തുടർന്നാൽ നിരവധി രാജ്യങ്ങൾ അതുപോലെ തന്നെ ഇറാന്റെ പിന്തുണയുള്ള ഈ സംഘടനകളൊക്കെ ഇനിയും ആക്രമണങ്ങൾ തുടരുമെന്ന് തന്നെയാണ് ഹൂത്തികളുടെ ഇന്നത്തെ നീക്കത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അത് പശ്ചിമേഷ്യയിൽ ഗുരുതരമായ സാഹചര്യം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇരുവിഭാഗവും വിട്ടുകൊടുക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ആക്രമണം ഉണ്ടാകുന്നു. ഹിസ്ബുള്ളയും ആക്രമണങ്ങൾ കടുപ്പിക്കുന്നു. ഇറാൻ ആണെങ്കിൽ പലസ്തീനോട് ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഇറാനിൽ വലിയ റാലികൾ സംഘടിപ്പിക്കുന്നു. ആ റാലികളിൽ ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ളവ, അതുപോലെ തന്നെ സാറ്റലൈറ്റ് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അടക്കമുള്ളവ, അത്യാധുനിക ഉപകരണങ്ങൾ, സൈനിക ഉപകരണങ്ങളൊക്കെ പ്രദർശിപ്പിക്കപ്പെടുന്നു. അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുള്ള താക്കീതും സന്ദേശവുമാണെന്ന് വിലയിരുത്തലുകൾ വരുന്നു. അതോടൊപ്പം അമേരിക്ക പറയുന്നു ഞങ്ങൾ ഈ റഫേലിലേക്കുള്ള കടന്നുകയറ്റത്തിൽ നിങ്ങളോടൊപ്പം ഇല്ല, അല്ലെങ്കിൽ ഇസ്രായേലിനോട് പറയുന്നത് നിങ്ങൾ ഗസയിലേക്ക് ആക്രമണം നടത്തിയതുപോലെ റഫേലിലേക്ക് നടത്തരുത്. അവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ്. 2-3 ലക്ഷം ആളുകൾക്ക് മാത്രം താമസിക്കാൻ കഴിയുന്ന പ്രദേശത്ത്, സ്വാഭാവികമായി താമസിക്കാൻ കഴിയുന്ന പ്രദേശത്ത് ഇപ്പോൾ തന്നെ 12 ലക്ഷത്തിലധികം ആളുകൾ തിങ്ങിപ്പാർക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ ജീവൻ വലിയ തോതിൽ കവർന്നെടുക്കും, ഒരു മാനുഷിക ദുരന്തമായി മാറുമെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. പക്ഷേ ഇസ്രായേൽ ഇന്ന് 2 ബന്ദികളെ വീണ്ടെടുത്തതോടുകൂടി ഇനി ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾക്ക് ഇനിയും ഞങ്ങൾ ബന്ദികളെ വീണ്ടെടുക്കുമെന്ന പ്രഖ്യാപനം നടത്തുന്നു. 2 ബന്ദികൾ മരിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ. ഇനിയും നിങ്ങൾ ആക്രമണം റഫേൽ തുടർന്നാൽ ബന്ദികൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും, പ്രത്യാക്രമണം രൂക്ഷമാകും, പിന്നെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഒരു സാധ്യതയും ഉണ്ടാകില്ല എന്ന മട്ടിലേക്ക് ഹമാസും നിർണായകമായ നിലപാട് സ്വീകരിക്കുകയാണ്. ഒരു വശത്ത് ഗസയിൽ പലയിടത്തും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുടെ ഭാഗമായി അവിടെ നിന്ന് ഒഴിഞ്ഞുപോയ അഭയാർത്ഥികളായി മറ്റിടങ്ങളിലേക്കൊക്കെ പോയ പലരും തിരിച്ചെത്തുന്ന സാഹചര്യമുണ്ട്. പല മേഖലകളിലും ജനവാസം ആയി തുടങ്ങിയിരിക്കുന്നു. അതുപോലെ പലയിടത്തും ഹമാസ് ഭരണം ആരംഭിച്ചിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ അതിരൂക്ഷമായ സംഘർഷത്തിലേക്ക് പശ്ചിമേഷ്യ പോകാൻ അധികം താമസമുണ്ടാകില്ല. സൗദിയും ഈജിപ്തും ഒക്കെ നിലപാട് കടുപ്പിച്ച് രംഗത്ത് വരുന്നു. ഇത്രയും കാലം നിശബ്ദമായിരുന്ന അല്ലെങ്കിൽ കാര്യമായ ഇടപെടലുകൾ നടത്താതിരുന്ന സൗദിയൊക്കെ മറ്റ് അറബ് രാജ്യങ്ങളെയും കൂട്ടിച്ചേർത്ത് നിർണായകമായ നിലപാട് പ്രഖ്യാപനങ്ങളുമായി വരുമ്പോൾ, ഈജിപ്ത് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഇസ്രായേലിനോട് നിലപാട് പറയുമ്പോൾ അത് വലിയ തോതിൽ ചർച്ചയാക്കപ്പെടുകയാണ്. ഒരുപക്ഷെ പശ്ചിമേഷ്യയിൽ പിടിച്ചാൽ നിൽക്കാത്ത വിധത്തിലേക്ക് ഈ യുദ്ധം മാറുകയും വലിയ സംഘർഷങ്ങളും വലിയ തോതിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണിപ്പോൾ.